ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഈസോ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th ക്ലാസ്സിലെ 9th ചാപ്റ്റർ, അതായത് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഭൂപടങ്ങളെ പറ്റി തന്നെയാണ്. ഭൂപടങ്ങളിനകത്ത് ഓരോ നമ്മുടെ ഓരോ സവിശേഷതകൾ ഉണ്ടാവില്ലേ, ഭൂമിയിലെ സവിശേഷതകൾ, അതൊക്കെ എങ്ങനെയാണ് ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നത്, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ഭൂപടങ്ങളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. അപ്പം ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കി പോയാൽ മതി. എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്, അത് എഴുതി നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനൊക്കെയാണ് നമ്മൾ ഭൂപടം ഉപയോഗിക്കുന്നത്? ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, അതുപോലെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്, ഇതിനൊക്കെ നമ്മൾ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി ഭൂപടത്തിൻ്റെയും ഗ്ലോബിൻ്റെയും ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഗ്ലോബും അതുപോലെ തന്നെ ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ പറഞ്ഞേക്കാണ്. അപ്പോൾ നമുക്കറിയാലോ, ഗ്ലോബ് എന്ന് പറയുമ്പം എങ്ങനെയാണ്, ഒരു റൗണ്ട് ആകൃതിയിൽ ആണെങ്കിൽ അതിനെ മുറിച്ച് നമ്മളൊരു പേപ്പറിൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഭൂപടമായിട്ട് മാറുന്നത്. ഇനി ഇവിടെ ഗ്ലോബിൻ്റെയും ഭൂപടങ്ങളുടെയും സവിശേഷത കൊടുത്തിട്ടുണ്ട്. അവ ഏതിൻ്റെയൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താ പറയുന്നത്? ഭൂമിയുടെ യഥാർത്ഥ മാതൃക. അതെന്തിനാണുള്ളത്? ഗ്ലോബിനാണുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം, അതും ഗ്ലോബിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം ഗ്ലോബിനാണ്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് എന്താണ്? അത് മാപ്പാണ്. ഭൂപടമാണ് പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത്. ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നത് ഗ്ലോബാണ്. ഇനി വേറെന്താ പറഞ്ഞിരിക്കുന്നത്? രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖയായി ചിത്രീകരിക്കുന്നത് മാപ്പിൻ്റെ അകത്താണ് അല്ലേ. മാപ്പിൻ്റെ അകത്ത് നേർരേഖയായിട്ടല്ലേ ഉള്ളത്. അതേ സ്ഥാനത്ത് കേന്ദ്രീകൃത വൃത്തങ്ങളായിട്ട് ചിത്രീകരിക്കുന്ന ഏതിലാണ്? ഗ്ലോബിൻ്റെ അകത്താണ്. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം മാപ്പാണ് അല്ലേ. നമ്മൾ മാപ്പ് യൂസ് ചെയ്തിട്ടല്ലേ പോവാം, അല്ലാതെ ഗ്ലോബും കൊണ്ടൊന്നും പോകത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഭൂപടവും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയല്ലോ. ഒരേ ഭൂപടം തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാനാകുമോ? നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അതിനനുസൃതമായി ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും. ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിട്ടുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഏതൊക്കെ ഘടകങ്ങളുടെയാണ്? അത് നിറവേറ്റുന്ന ധർമ്മം, ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മത്തിനെ അടിസ്ഥാനമാക്കിയും ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോതിനനുസരിച്ചും ഭൂപടത്തെ 2ആയിട്ട് തരംതിരിക്കാം. അത് ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മത്തിനനുസരിച്ചും ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോതിനനുസരിച്ചും 2ആയി തരംതിരിക്കാം. ഭൂപടങ്ങളുടെ ചരിത്രം. ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BC 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. മെസപ്പൊട്ടാമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണത്. അപ്പം മെസപ്പൊട്ടാമിയയിലെ കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണ് കണ്ടെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം. ഭൂമി ഉരുണ്ടതാണെന്ന് 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നതുവരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, കാബട്ട്, മഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളുടെ സാദൃശ്യമുണ്ട്.
ഗ്രീക്ക് അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. നോക്കി വെക്കണേ, ഗ്രീക്ക് അറബ് ശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോക്കി വെക്കേണ്ടത് മെസ്സപ്പൊട്ടാമിയയിലെ കാര്യം. അവിടെയാണ് ആദ്യമായിട്ട് എന്താണ് ഒരു ഭൂപടമൊക്കെ നിർമ്മിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഗ്രീക്ക് അറബ് ശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഭൂപടങ്ങളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ ഭൂപടങ്ങളുണ്ട്? രാഷ്ട്രീയ ഭൂപടമുണ്ട്, ഭൂപ്രകൃതി ഭൂപടമുണ്ട്, ഗതാഗത ഭൂപടമുണ്ട്, മണ്ണ് ഭൂപടമുണ്ട്. ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണെന്ന് ബോധ്യമായില്ലേ? ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിക്കൂ. കേരളത്തിലെ ജില്ലയുടെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താനാവുന്നില്ലേ? ഇതുപോലെ ഒരു ഭൂഖണ്ഡത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്തി നോക്കൂ. നിങ്ങൾക്കിപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലായില്ലേ? മണ്ണ് ഭൂപടമാകട്ടെ ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം. ഓരോ പ്രദേശത്തിൻ്റെ മണ്ണിനങ്ങളെ പറ്റി വിവരം തരുന്നത് എന്താണ്? മണ്ണ് ഭൂപടമാണ്. ഭൂപ്രകൃതി ഭൂപടം എന്ന് വെച്ചാലോ ഭൂപടത്തിൻ്റെ ധർമ്മം അതിൻ്റെ ഉള്ളടക്കവുമായി ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം. എങ്ങനെയൊക്കെ? ഭൗതിക ഭൂപടമുണ്ട്, സാംസ്കാരിക ഭൂപടമുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ചിലപ്പം ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭൂപ്രകൃതി വന്നിട്ട് അത് ഏതിൽ പെടുന്നു എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ഭൗതിക ഭൂപടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായിട്ട് നമ്മുടെ ഭൂമിയിൽ പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന എല്ലാ സവിശേഷതകളെയും ഉൾക്കൊള്ളുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. അപ്പോൾ അതിൽ ഭൂപ്രകൃതി ഉണ്ട്, അത് എന്താണ് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ അതൊക്കെ എന്താണ് ഭൗതിക ഭൂപടത്തിൽ പെടുന്നു. അതുപോലെ സാംസ്കാരിക ഭൂപടം എന്ന് പറയുമ്പോഴോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, റോഡ്, അതുപോലെ നമ്മുടെ ജില്ലകൾ, സംസ്ഥാനം, അതിനൊക്കെ അതിൽ നിശ്ചയിക്കുന്നത് എന്താണ് മനുഷ്യനാണല്ലേ. അതുകൊണ്ട് അതൊക്കെ എന്തിൽ പെടും? സാംസ്കാരിക ഭൂപടത്തിൽ പെടും. മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിർണ്ണയിക്കുന്നതും അതുപോലെ തന്നെ രാജ്യങ്ങൾ, റോഡുകൾ, റെയിൽവേ പാത, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം ഇതെല്ലാം എന്തിൽ പെടും? സാംസ്കാരിക ഭൂപടങ്ങളിൽ പെടും. വിവിധ ഭൗമോപരിതല സവിശേഷതകളും അവ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടങ്ങളുടെ പേരുമാണ് A, B എന്നീ കോളങ്ങളിൽ നൽകിയിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് ചേരുംപടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താണ്? മഴയുടെ വിതരണം. അത് ഏതിൽ പെടും? കാലാവസ്ഥാ ഭൂപടത്തിലാണ് മഴയുടെ വിതരണം. ഇനി വനവിസ്തൃതി, അത് ഏതിലാണ്? നൈസർഗിക സസ്യജാലങ്ങളിൽ. നെൽപ്പാടങ്ങളുടെ വിതരണം കാർഷിക ഭൂപടം. ഇനി റോഡ് ശൃംഖലയോ? ഗതാഗത ഭൂപടം. വ്യത്യസ്ത തരം ഭൂപടങ്ങൾ പരിചയപ്പെട്ടില്ലേ? അവ ഓരോന്നും വിവിധ ഭൗമോപരിതല സവിശേഷതകളെ പ്രത്യേകം ചിത്രീകരിച്ചിട്ടുള്ളവയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി പ്രത്യേകം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മളോട് ഈ ഒരു തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് എന്തിനൊക്കെയാണ് വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം അല്ലേ, ഓരോന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ള ഓരോ കളർ വെച്ചിട്ട്. ഇപ്പം ലൈറ്റ് ഗ്രീൻ ഉള്ളത് എന്താണ്? അലോവിയൽ സോയിലാണ്. അതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു യെല്ലോ പോലത്തെ ഗ്രീന് വരുന്നത് അരിഡ് സോയിലാണ്. ബ്ലാക്ക് സോയിൽ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ കളറിൽ ഡിനോട്ട് ചെയ്തിട്ട് ഈ ഒരു ഭൂപടത്തിൻ്റെ അകത്ത് കൊടുത്തേക്കുവാണ്. ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഭൂപടങ്ങളിലുമുള്ള വിവരങ്ങൾ ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലേ, രണ്ടും കൂടെ ഒന്നിലാക്കിയിട്ടുണ്ടെങ്കിൽ. രണ്ട് ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരശേഖരണം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്നത്.
ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ എന്ത് പറയും? വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കും. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, 2 രീതിയിലാണ് ഭൂപടങ്ങളെ വേർതിരിക്കുന്നതെന്ന്. ഒന്ന് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത്. ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സാംസ്കാരിക ഭൂപടം ഒക്കെ നമ്മൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ വേർതിരിക്കുന്നത്. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനായുള്ള തോത്? അപ്പോൾ കുട്ടികളോട് പറഞ്ഞേക്കുന്ന ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് പോലത്തെ ഒരു കാര്യമാണ്. ഓരോരുത്തരും ക്ലാസ് മുറിയുടെ രൂപരേഖയൊക്കെ വരച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്ത് വരയ്ക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓർക്ക് ഇഷ്ടപ്പെട്ട അടയാളങ്ങൾ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ചിത്രീകരിക്കും. ഇപ്പോൾ വാതിലൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ചിത്രീകരിച്ച് കളർ കൊടുത്തിട്ട് അപ്പുറത്ത് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്, ഇതാണ് വാതിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു പ്രത്യേക പർട്ടിക്കുലർ തോത് എല്ലാത്തിനും കൂടെ നിശ്ചയിക്കുകയാണെങ്കിൽ എന്താവും? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമായിരിക്കും. കൃത്യമായ അളവിൽ ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതിയിൽ ഒരു രൂപരേഖ വരയ്ക്കുക സാധ്യമാണോ? തീർച്ചയായും അല്ല. കാരണം ഒരു ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതിയിൽ ഒരു രൂപരേഖ വരയ്ക്കണമെങ്കിൽ നമുക്ക് അത്ര തന്നെ വിസ്തൃതിയുള്ള ഒരു കടലാസോ നോട്ട്ബുക്കോ വേണം. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കാര്യമെടുത്താലോ, ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം കൃത്യമായ അളവിലും യഥാർത്ഥ വിസ്തൃതിയിലും തയ്യാറാക്കുന്നതിന് ആ പ്രദേശത്തിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു പ്രതലം അഥവാ ഒരു കടലാസ് ആവശ്യമാണ്. ഇത് സാധ്യമായ കാര്യമാണോ? അല്ല അല്ലേ. അപ്പോൾ കൃത്യമായ അളവുകളിൽ ഒരു ഭൂപടമോ രൂപരേഖയോ നമുക്ക് എങ്ങനെ തയ്യാറാക്കാനാകും? ഇനി ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിൻ്റെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത്. ഉദാഹരണമായി ഒരു ഭൂപടത്തിൻ്റെ തോത് 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ എന്നാണെന്ന് കരുതൂ. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ എഴുതി വെക്കുന്നത് 1 കിലോമീറ്ററിന് ഈക്വൽ ആണെന്ന്. ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൽ റോഡിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ നീളം 10 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ 23 സെൻറ്റിമീറ്റർ ആണെങ്കിലോ 23 കിലോമീറ്റർ ആയിരിക്കും. ഇനി ഭൂപടങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് വലിയ തോത് ഭൂപടം, മറ്റൊന്ന് ചെറിയ തോത് ഭൂപടം. അങ്ങനെ 2 തരത്തിലുണ്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് കേട്ടോ പറയുന്നത്. ആദ്യം നമ്മൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് പറഞ്ഞു. ഇനിയിപ്പോൾ തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ വലിയ തോതും ഉണ്ട്, ചെറിയ തോതും ഉണ്ട്. ഇത് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കാം. വലിയ തോത് ഭൂപടം എന്ന് പറയുമ്പം ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ആ ഭൂപടത്തിൻ്റെ അകത്ത് എന്താവും? കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ തോത് ഭൂപടം. പക്ഷേ അതെന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ പ്രദേശത്തെയോ അങ്ങനത്തെ ചെറിയ ഒരു പ്രദേശത്തെ മാത്രം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? വലിയ തോത് ഭൂപടമാണ്. ചെറിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള കേവലമായ വിവരങ്ങൾ മാത്രം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വലിയ തോത് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ധരാതലീയ ഭൂപടവും വില്ലേജ് ഭൂപടവും. ഒരു ചെറിയ പ്രദേശത്തിൻ്റെ മാത്രം വലിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വരയ്ക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ചെറിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം, അതൊക്കെ വലിയൊരു ഇതാണല്ലേ, വലിയൊരു പ്രദേശമല്ലേ കേരളം എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ ഇന്ത്യേൻ്റെ ഭൂപടം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളിച്ച് വരയ്ക്കാൻ പറ്റില്ല. ഇന്ത്യേൻ്റെ ഭൂപടം പറയുമ്പോൾ ജസ്റ്റ് ഓരോ സംസ്ഥാനങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം. പിന്നെ അവിടുത്തെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, ഇപ്പോൾ എന്താ പറയുക, തുറമുഖങ്ങളോ അങ്ങനത്തെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. അല്ലാതെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളൊന്നും രേഖപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അത് ചെറിയ തോത് ഭൂപടം. വലിയ തോത് ഭൂപടത്തിൻ്റെ അകത്ത് 1 സെൻറ്റിമീറ്ററിന് = 1/2 കിലോമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. അതേ സ്ഥാനത്ത് ചെറിയ തോത് ഭൂപടം ആകുമ്പോഴോ 1 സെൻറ്റിമീറ്റർ 25 കിലോമീറ്ററിനാണ് ഈക്വലായിട്ട് വരുന്നത്.
വിവിധതരം ഭൂപടങ്ങൾ, അവയുടെ വർഗീകരണം എന്നിവയെപ്പറ്റി നാം ചർച്ച ചെയ്തല്ലോ. ഇനി ഭൂപടങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ വിവരശേഖരണം നടത്താമെന്ന് നോക്കാം. ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെ ഭൂപട വായന എന്നാണ് വിളിക്കുന്നത്. ഭൂപട വായനയ്ക്ക് സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? തലക്കെട്ട് വേണം അല്ലേ? ഒരു ഭൂപടം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന്. അപ്പോൾ തലക്കെട്ട് വേണം. അതുപോലെ തന്നെ തോത്, അളവ് അഥവാ അളവ്. പിന്നെ ദിക്ക് രേഖപ്പെടുത്തിയിരിക്കണം. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് പറഞ്ഞിട്ട് അതിൻ്റെ അത് ദിക്ക് രേഖപ്പെടുത്തിയിരിക്കണം. അക്ഷാംശ രേഖകൾ ഉണ്ടാവണം. രേഖാംശ രേഖകൾ, അംഗീകൃതമായ നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ നൽകിയിരിക്കണം. അതുപോലെ തന്നെ സൂചിക കൊടുത്തിരിക്കണം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടം നിരീക്ഷിച്ച് ഓരോ ഘടകവും തിരിച്ചറിയുക. ഇതാണ് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി ഭൂപടമായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലേ, നമ്മൾ പറഞ്ഞ വടക്ക് തെക്കൊക്കെ അടയാളപ്പെടുത്തി അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ഓരോ കളർ എന്തിനൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ള കൊടുത്തിട്ടുണ്ട്. തലക്കെട്ട് ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ തലക്കെട്ട് കേരളം ഭൂപ്രകൃതി എന്നുള്ളതാണ്. ഇനി തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി റോഡിൻ്റെ നീളം കണ്ടുപിടിച്ചത് ഓർക്കുന്നില്ലേ? അതായത് നേരത്തെ കാര്യം കേട്ടോ പറയുന്നത്, നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യം. അതുപോലെ സാമൂഹ്യശാസ്ത്ര ലാബിലുള്ള ഭൂപടങ്ങളിലെ തോത് അടിസ്ഥാനമാക്കി പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം, റോഡിൻ്റെയും നദിയുടെയും റെയിൽപാതകളുടെയും യഥാർത്ഥ നീളം എന്നിവ കണ്ടെത്തി എഴുതാമെന്നൊക്കെ കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി തോത് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? പ്രസ്താവന രീതിയിലും എഴുതാം, ഭിന്നക രീതിയിലും. പ്രസ്താവന അറിയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതി പിടിപ്പിക്കുക. ഭിന്നക രീതി അറിയുമ്പോൾ ഇതുപോലെ റേഷ്യോ കണക്കിന് എഴുതാം. പ്രസ്താവന രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായി, ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ. ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധമാണ് ഇവിടെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഭിന്നക രീതിയിൽ എങ്ങനെയാണ്? 1:, ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? 1 lakh എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഭിന്നക രീതി. ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1 lakh യൂണിറ്റുകൾക്ക് തുല്യമാണെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ അനുപാതത്തിന് റേഷ്യോ, മുന്നിൽ നൽകിയിട്ടുള്ള യൂണിറ്റ്, ഭൂപടത്തിലെ അകലവും അനുപാതത്തിനും റേഷ്യോ, ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു. ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായി, ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായി സെൻറ്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. മറ്റേതിനകത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പുറത്ത് പ്രസ്താവന രീതിയിൽ 1 കിലോമീറ്റർ എന്നാണ് അപ്പുറത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഭിന്നക രീതിയിൽ എങ്ങനെയാണ് വരുന്നത്? 2 സൈഡിലും സെയിം യൂണിറ്റിലാണ് കൊടുക്കുക എന്നാണ് പറയുന്നത്. 1,00,000 സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് രേഖീയ രീതി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രസ്താവന രീതി പറഞ്ഞു, ഭിന്നക രീതി പറഞ്ഞു. ഇനി മൂന്നാമത്തെ രേഖീയ രീതി. അതിലെങ്ങനെയാണ്? രേഖ പോലെ, ഇതാ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നില്ലേ, അതുപോലെ രേഖകൾ പോലെയാണ് എഴുതി വെക്കുന്നത്. ദിക്കുകളെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് മുൻ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടല്ലോ. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്ത് നോർത്ത് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അത് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ഇത് നോർത്ത്, സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇങ്ങനെയൊക്കെ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അടുത്ത് വരുന്ന അംഗീകൃത നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ.
ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നു എന്ന് നമുക്കറിയാം. ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഭൂപടങ്ങളിൽ വിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിത്രങ്ങളും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം എന്താണ്? അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ. ഏതൊരു രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞേക്കുന്നത് പച്ച. പച്ച എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നൈസർഗിക സസ്യജാലങ്ങളെ. മഞ്ഞയാണെങ്കിലോ കൃഷിയിടങ്ങൾ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മഞ്ഞ എന്ന് പറയുന്നത് കൃഷിയിടത്തിനെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് പാർപ്പിടങ്ങൾ, അതുപോലെ തന്നെ റോഡുകളെയും ചുവപ്പ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. കറുപ്പ് തീവണ്ടിപ്പാത, അതുപോലെ അക്ഷാംശ രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈനൊക്കെ കറുപ്പ് നിറത്തിൽ. നീലയാണെങ്കിലോ ജലാശയത്തിനെ സൂചിപ്പിക്കുന്നു. തവിട്ട് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകളെയൊക്കെ. ഇനി റെഡ് വരയിൽ നേരെ വരച്ചിട്ടുണ്ടെങ്കിൽ ടാറിട്ട റോഡ്, ഇത് തീവണ്ടിപ്പാത. അരുവിനെ സൂചിപ്പിക്കാൻ ഒരു നീല കളറിനോട് വരച്ചതാണ്. നദിയാണെങ്കിലും ബ്ലൂ കളർ കൊണ്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ വരച്ചേക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി, ക്ഷേത്രം, മുസ്ലിം പള്ളി, പാർപ്പിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ പി എഴുതിയിട്ട് ഒരു ഓയും കൂടെ ഇട്ടേക്കുന്നു. കിണർ, പോലീസ് സ്റ്റേഷൻ, കോട്ട, പാലം, കുളം, കുഴൽക്കിണർ, ശ്മശാനം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കേണ്ടത് മഞ്ഞ കളർ, അതായത് കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന മഞ്ഞ കളറും, പിന്നെ പാർപ്പിടങ്ങളെ അല്ലെങ്കിൽ റോഡുകളെ സൂചിപ്പിക്കുന്ന ഇതുപോലെ കറുപ്പും തവിട്ട് കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളതെന്ന് നോക്കി വെക്കുക. വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ഭൂവിവരങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്കെച്ചാണ് ചുവടെ നൽകിയിട്ടുള്ളത്. സ്കെച്ച് നിരീക്ഷിച്ച് ഓരോ ഭൂവിവരങ്ങളും അവ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും ചിഹ്നങ്ങളും തിരിച്ചറിഞ്ഞ് സ്കെയിലോടൊപ്പം നൽകിയിട്ടുള്ള സൂചികയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ടാറിട്ട റോഡ്. തീവണ്ടിപ്പാതയാണെങ്കിൽ ഏത് കളറിൽ വരും? ബ്ലാക്കിൽ വരും. അപ്പം അങ്ങനെയൊക്കെയാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ നോക്കി നോക്കുക. ഇനി സൂചിക. മുകളിൽ നൽകിയിട്ടുള്ള രൂപരേഖയുടെ ഒരു സൂചിക തയ്യാറാക്കി എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണക്കാക്കുന്നതാണ് സൂചിക. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതയുടെയുമൊക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ്. ഭൂപടങ്ങളിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ധാരണ നിങ്ങൾക്ക് ലഭിച്ചുവല്ലോ. അവ ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും അപഗ്രഥിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഇന്ന് നിരവധി നൂതന സങ്കേതങ്ങൾ നിലവിലുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി ഭൗമോപരിതല സവിശേഷതകളുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഇത്തരം നൂതന സങ്കേതങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കഥകളിലും മറ്റും കേട്ടിട്ടുള്ള ഒരു മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വിദൂരതയിലുള്ള ഒരു ചരിത്ര നിർമ്മിതി ആ മാന്ത്രിക കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നു. ആ ചരിത്ര നിർമ്മിതിയുടെ സ്ഥാനം, നിങ്ങളുടെ സ്ഥാനം, അവിടേക്ക് പോകാനുള്ള വഴി തുടങ്ങിയവയൊക്കെ ആ കണ്ണാടി കാട്ടിത്തരുന്നു. അതിശയം എന്ന് തോന്നിയോ? മുമ്പ് യാന്ത്രികമായി കരുതിയ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിസ്സാരമായി മാറിയിരിക്കുന്നു. ഒരു സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടെ ഇന്ന് നമുക്കിത് സാധ്യമാണ് അല്ലേ. നമ്മൾ മാപ്പ് ഉപയോഗിച്ചൊക്കെ ഒരു സ്ഥലത്ത് ഇപ്പോൾ പോകാറുണ്ടല്ലേ. എന്താണ് വിദൂര സംവേദനം? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന് സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി മാത്രമാണോ വിദൂര സംവേദനം? അല്ലല്ലേ. അത് എന്തിലൂടെയൊക്കെ എടുക്കാം നമുക്ക്. ബലൂണ്, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ ഒക്കെ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ ശേഖരിക്കാം. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ പ്ലാറ്റ്ഫോമുകൾ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് പ്ലാറ്റ്ഫോമുകൾ? ഇതുപോലെയുള്ള നമ്മുടെ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെയാണ് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. അത് ഏതൊക്കെയാണ്?
ബലൂൺ ഉണ്ട്, നമ്മൾ പറഞ്ഞ വിമാനം, കൃത്രിമ ഉപഗ്രഹം, അതൊക്കെ എന്താണ്? പ്ലാറ്റ്ഫോമാണ്. അതിലാണ് നമ്മൾ ക്യാമറ ഘടിപ്പിക്കുന്നത്. ഇനി ഈ ഘടിപ്പിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിലും വിദൂര സംവേദനത്തെ 3ആയി തരംതിരിക്കാം. ഭൂതല വിദൂര സംവേദനം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. പേര് പോലെ തന്നെ ഭൂതലം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ തലത്തിൽ നിന്ന് ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഭൂതല സംവേദനം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദനങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഉപഗ്രഹ വിദൂര സംവേദനം. വിവിധതരം വിദൂര സംവേദന പ്രക്രിയ രീതികൾ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? ഇനി അവയുടെ സാധ്യതകൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ വിദൂര സംവേദന ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കാലാവസ്ഥാ പഠനത്തിന് ഉപയോഗിക്കുന്നു, കാർഷിക മേഖലയിലെ പഠനത്തിന്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വളർച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിന്. ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രേഖപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS. GISന്റെ ഫുൾ ഫോം എന്താണ്? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനം വിശദമാക്കുന്ന ഡയഗ്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപയോക്താവ് എന്താക്കും? ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ വിവരങ്ങൾ എന്താക്കും? ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്യുന്നു. അങ്ങനെ വിശകലനം ചെയ്ത് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ത്രിമാന മാതൃകകൾ തുടങ്ങിയവ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്ന ഏതാനും മേഖലകളാണ് നൽകിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? വാണിജ്യത്തിന്, വ്യവസായത്തിന്, വിദ്യാഭ്യാസത്തിന്, വാർത്താവിനിമയത്തിന്, കൃഷിക്ക്, ആസൂത്രണത്തിന്, ജലസേചനത്തിന്, ഗതാഗതത്തിന്, പ്രകൃതി ദുരന്ത നിവാരണത്തിന്, ടൂറിസത്തിന്, വിഭവ പരിപാലനത്തിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഭൂവിവര വ്യവസ്ഥ അഥവാ GIS സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി GPS-ന്റെ ഫുൾ ഫോം എന്താണ്? അത് ചോദിക്കാറുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS-ന്റെ ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതെന്താണെന്ന് പറയുന്നത്, ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് ഈ സാങ്കേതികവിദ്യ അറിയപ്പെടുന്നത്. ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിൻ്റെ സ്ഥാനം, സഞ്ചാര ദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങിയ ഒട്ടുമിക്ക വാഹനങ്ങളിലും GPS സംവിധാനം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ പല ആളുടെയും കാറുകളിലൊക്കെ ഇപ്പം എന്തുണ്ട്? GPS ഉണ്ട്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യ പുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതും അർത്ഥപൂർണമാകുന്നതും. നാം ആർജിക്കുന്ന ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും നമുക്ക് നാടിൻ്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താം. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവാൻ. നമ്മുടെ GPS-നൊക്കെ ബദലായിട്ട് ISRO നിർമ്മിച്ചെടുത്ത ആണിത് ഭുവാൻ എന്ന് പറയുന്നത്. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്തി അന്വേഷിച്ചറിയൂ. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കണേ. ഭുവാൻ എന്നുള്ളത് ഇന്ത്യയിലെ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
ക്ലാസ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു.